നമസ്കാരം. ഗെയിം ഓൺ വിത്ത് റാഫ് പോഡ്കാസ്റ്റിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. സ്പെയിനിൻ്റെ ടിക്കി ടാക്ക ലോകം അടക്കി ഭരിച്ചൊരു കാലമുണ്ട്. ആ കാലത്ത് പയ്യനായ നെയ്മർ ജൂനിയറും സംഘവും ചേർന്ന് ആ ടിക്കി ടാക്ക പൊളിച്ച് കൈ കൊടുത്തു ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ച ഒരു കഥയുണ്ട്. ആ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 2013 കോൺഫെഡറേഷൻ കപ്പിൻ്റെ ഫൈനലിലാണ് സംഭവം. അന്നത്തെ സ്പെയിന് ചാവിയും ഇനിയേസ്റ്റയും മധ്യനിരയിൽ അടക്കി ഭരിക്കുന്ന സ്പെയിന്, ഡിഫൻസിൽ സെർജിയോ റാമോസും പി കെയുമുള്ള സഖ്യം, ഗോൾ കീപ്പറായിട്ട് കസിയസ്, അതിശക്തമായിട്ടുള്ളൊരു ടീമാണ്. 2010 വേൾഡ് കപ്പൊക്കെ വിജയിച്ച് എല്ലാവരെയും തകർത്ത് തരിപ്പണമാക്കി അവരങ്ങനെ അശ്വമേധം നടത്തുന്ന കാലത്താണ് കോൺഫെഡറേഷൻ കപ്പ് വരുന്നത്. ബ്രസീലിൽ വെച്ച് കോൺഫെഡറേഷൻ കപ്പ്, അതിൻ്റെ ഫൈനലിൽ ബ്രസീലിയൻ ടീം എതിരാളികളായിട്ട് വരുന്നു. അന്നത്തെ ബ്രസീൽ എന്ന് പറയുമ്പോൾ പ്രതാപമൊക്കെ കുഴിഞ്ഞ് തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി അവർ 2002 അവരെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ കോച്ച് ലൂയി ഫിലിപ്പെ സ്കൊളാരിയെ വീണ്ടും കോച്ചാക്കി ഒരു ടീം റീബിൽഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. ഫിലിപ്പാവോ, നെയ്മർ ജൂനിയർ, ഹൾക്ക്, ഡേവിഡ് ലൂയിസ്, തിയാഗോ സിൽവ തുടങ്ങിയവരൊക്കെ വെച്ചുകൊണ്ടൊരു ടീം ഉണ്ടാക്കുന്നു. ആ ടീം ഫൈനലിലേക്ക് എത്തുന്നു. ഫൈനലിൽ സ്പെയിനാണ് എതിരാളികൾ. എല്ലാവരും വിധി എഴുതുന്നു സ്പെയിനിന് മുന്നിൽ ഈ ബ്രസീൽ ടീം തകർന്നടിയും. കാരണം അത്രയും മികച്ച ടീമാണ് സ്പെയിനിൻ്റേത്. പക്ഷേ മാറക്കാനയിൽ കളി തുടങ്ങിയപ്പോൾ കഥ മാറി. നോക്കാം നമുക്ക് എന്താണെന്ന് സംഭവിച്ചത് എന്ന്. നോക്കുക, അതാ താരങ്ങൾ കളിക്കളത്തിലേക്ക് വരുന്നു. നെയ്മർ ജൂനിയർ ഉണ്ട്, മറുഭാഗത്ത് സെർജിയോ റാമോസിനെയും പി കെയും കാണാൻ പറ്റും. സ്പെയിനിൻ്റെ ലൈനപ്പ് നോക്കുക, അതിശക്തമായ ലൈനപ്പാണ്. നോക്കാം നിങ്ങൾക്ക്. ഗോൾ കീപ്പറായിട്ട് കസിയസ്, സെൻറ്റർ ബാക്കുമാരായിട്ട് സെർജിയോ റാമോസും പി കെയുമാണുള്ളത്. ഇരു പാർശ്വങ്ങളിലായിട്ട് ആർബിലോയും ആൽബയുമുണ്ട്. ബോസ്കറ്റ്സിനെ മധ്യനിരയിൽ കാണാൻ പറ്റും. ചാവിയും ഇനിയേസ്റ്റയും ഉണ്ട് കളി നിയന്ത്രിക്കാനായിട്ട്. പെഡ്രോയും ബാറ്റയും മുന്നേറ്റങ്ങളിൽ സഹായിക്കാൻ ഇരു പാർശ്വങ്ങളിലുണ്ട്. ടോറസ് ഗോളടിക്കാനുമുണ്ട്. അതേസമയം ബ്രസീലിൻ്റെ നിര നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്രസീലിൻ്റെ നിരയിൽ ആരൊക്കെയാണുള്ളത്? ഗോൾ കീപ്പറായിട്ട് ജൂലിയോ സെസാറിനെ കാണാൻ പറ്റും. ഡിഫൻസിൽ സെൻറ്റർ ബാക്കുമാരായിട്ട് തിയാഗോ സിൽവയും ഡേവിഡ് ലൂയിസും, ഇരു പാർശ്വങ്ങളിലായിട്ട് ഡാനി ആൽവസും മാർസലോയും, മധ്യനിരയിൽ പൗലിഞ്ഞോ, ലൂയിസ് ഗുസ്താവോ എന്നിവർ കളി മെനയാൻ വേണ്ടി ഓസ്കാറുണ്ട്. മുന്നേറ്റത്തിൽ ഇരു പാർശ്വങ്ങളിൽ ഹൾക്കും നെയ്മറും ഉണ്ട്. ഗോളടിക്കാൻ ഫ്രെഡും ഉണ്ട്. ഇതാണ് ബ്രസീലിൻ്റെ ഒരു നിര. മറക്കാനയിൽ വലിയ ആവേശമാണ്, നിങ്ങൾക്കത് കാണാൻ പറ്റും. കസിയസത ഒരുങ്ങി തയ്യാറായി പോകുന്നു. തിയാഗോ സിൽവ പ്രാർത്ഥനാ നിരതനായി നിൽക്കുന്നു. മറക്കാന നിറഞ്ഞു നിൽക്കുന്നു. ഫിലിപ്പാവോ ഒരല്പം എക്സൈറ്റഡ് ആണ്. അതേസമയം മറുഭാഗത്ത് വിച്ചൻ്റെ ഡെൽ ബോസ്ക് വളരെ ശാന്തനായിട്ട് കാണപ്പെടുന്നു. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. 2ാമത്തെ മിനിറ്റാണ്. യെസ്, ഫ്രെഡ് പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. യെസ്, തുടക്കത്തിൽ തന്നെ സ്പെയിനിനെ ഞെട്ടിക്കുന്ന ബ്രസീലിനെയാണ് കാണുന്നത്. മറക്കാനയിൽ തിങ്ങി നിറഞ്ഞ കാണികളും ബ്രസീലിയൻ താരങ്ങളും ഒക്കെ ആഘോഷ തിമിർപ്പിലേക്ക് പോകുന്നു. ഒരു മഞ്ഞക്കിളിക്കൂട്ടങ്ങളുടെ കൊയ്ത്തുത്സവമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്ന. ആ ഗോൾ വന്ന രീതി നോക്കുക. വീണുപോയി ഫ്രെഡ്, പക്ഷേ എന്നിട്ടും അദ്ദേഹം ഇംപ്രവൈസ് ചെയ്ത് ആ കാലുകൊണ്ട് പന്ത് വലയിലേക്ക് തട്ടിയിടുന്ന കാഴ്ചയാണ്. ആ ഒരു ക്രോസ് വരുമ്പോൾ അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ. അതിൽ നിന്നാണ് ആ ഒരു ഗോൾ സംഭവിക്കുന്നത്. കസിയസിന് പന്ത് പിടിച്ചൊതുക്കാൻ പറ്റിയില്ല. കിട്ടിയ അവസരം വീണ് പോയിട്ടും ഉപയോഗപ്പെടുത്തുന്ന ഫ്രെഡാണ് യഥാർത്ഥത്തിൽ ബ്രസീലിന് ആ ഒരു ലീഡ് നേടിക്കൊടുക്കുന്നത്. ശരിക്കും ഞെട്ടിപ്പോയി സ്പെയിന്. ഒരു തിരിച്ചടിക്ക് ശ്രമമൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷേ ബ്രസീൽ നിരന്തരം ആക്രമിക്കുന്ന കാഴ്ചയാണ്. തുടക്കത്തിൽ ഓസ്കറിൻ്റെ ഷോട്ടാണ്, അത് പുറത്തേക്ക് പോകുന്നു. ബ്രസീൽ ആ ഒരു ഗോളിൻ്റെ ആവേശത്തിൽ നിരന്തരം ആക്രമിച്ച് കയറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു മുന്നേറ്റം, പക്ഷേ ഇത്തവണ കസിയസ് കൃത്യമായിട്ടത് തടഞ്ഞിടുകയാണ് ചെയ്യുന്നത്. ഒരു ലോങ് റേഞ്ചർ എഫേർട്ടായിരുന്നു അത്. കസിയസ് സ്പെയിനിന് രക്ഷകനായിട്ട് മാറി. പൗലിഞ്ഞോയുടെ ശ്രമമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. വീണ്ടും ഒരിക്കൽ കൂടി സ്പെയിന് ബ്രസീലിൻ്റെ ഏരിയയിലേക്ക് വന്നതാണ്. പക്ഷെ മറുഭാഗത്ത് നെയ്മർ ജൂനിയർക്ക് നീട്ടിക്കൊടുത്ത പന്തിനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്ന കാഴ്ച കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് സ്പെയിനിൻ്റെ മറ്റു ഡിഫൻഡർമാർ ആരും ഇനി ബാക്കിയില്ല ആ ഭാഗത്ത്. നെയ്മർക്ക് ബോൾ കിട്ടിയാൽ ഡേഞ്ചറാണ്. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ വീഴ്ത്തുന്നത്. റഫറി അത് ഫൗൾ അനുവദിച്ചു. മറുഭാഗത്ത് ബ്രസീലിൻ്റെ ഭാഗത്തേക്ക് കോർണറുമായിട്ട് സ്പെയിൻ എത്തി. ഒരു തണ്ടർ ബോൾട്ട് ഷോട്ട് വരുന്നു. ബട്ട് ജൂലിയോ സെസാർ അത് രക്ഷപ്പെടുത്തി എടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ളൊരു ഷോട്ടായിരുന്നു അത്. പക്ഷേ പുറത്തേക്ക് അദ്ദേഹം തട്ടിയിടുന്നു. ബ്രസീലിൻ്റെ അടുത്ത നീക്കം ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളതിന് പിന്നാലെ കാണുന്നത്. ഫ്രെഡിൻ്റെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വീണ്ടും ബ്രസീലിൻ്റെ നീക്കത്തിൽ അദ്ദേഹത്തെ വീഴ്ത്തുന്നു. അവിടെ ബ്രസീലിന് അനുകൂലമായിട്ട് ഫ്രീ കിക്കും കൊടുക്കുന്നുണ്ട്. ഓസ്കാറിനെ വീഴ്ത്തിയതിന് ഫ്രീ കിക്ക് കൊടുക്കുന്നു. സെർജിയോ റാമോസിന് യെല്ലോ കാർഡും അതിനോടനുബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. തുടർന്ന് അതാ ഫ്രീ കിക്ക്, ഹൾക്കിൻ്റെ ഫ്രീ കിക്കാണ്, പക്ഷെ വൈഡായിട്ട് പോകുന്നത്. അത് വളരെ ക്ലവറായിട്ട് എടുത്തതാണ്. പക്ഷേ
പന്ത് വലിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പറന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. ബ്രസീലിൻ്റെ കോർണർ കിക്ക് വരുന്നു. അടുത്ത അവസരമായിരുന്നു ഫ്രെഡിൻ്റെ ഹെഡർ, അത് വൈഡായിട്ട് പുറത്തേക്ക് പോകുന്നു. കളി അരമണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ബ്രസീൽ ഒരു ഗോളിന് ഇപ്പോഴും മുന്നിലാണ്. സ്പെയിൻ ശരിക്കും പറഞ്ഞാൽ ആകെ അങ്കലാപ്പിലായ കാഴ്ചയാണ്. അടുത്തത് നെയ്മർ ജൂനിയറുടെ ശ്രമമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അത് കസിയസിനെ മറികടക്കാൻ പറ്റിയില്ല. ഡയറക്റ്റ് ടു കസിയസ് ആയിപ്പോയി ആ ഒരു ഷോട്ട്. ബ്രസീൽ ശരിക്കും സ്പെയിനിനെ ഞെട്ടിച്ച കാഴ്ചയാണ്. എന്നാൽ മറുഭാഗത്ത് സ്പെയിൻ ഇതാ മനോഹരമായിട്ടുള്ളൊരു നീക്കം നടത്തുന്നു. അത് ആ ഒരു ഷോട്ട് വരുമ്പോൾ ജൂലിയസ് സെസാർ നിസ്സഹായനാണ്. പക്ഷേ ഡേവിഡ് ലൂയിസിന്റെ കിടിലൻ രക്ഷപ്പെടുത്തൽ, ഒരു ഗോൾ ലൈൻ സേവാണ് അദ്ദേഹം അവിടെ നടത്തുന്നത്. അത് നമുക്ക് വലയിലേക്ക് കയറി എന്ന് തോന്നിയ ആ ഒരു ഷോട്ടിന് അദ്ദേഹം അവിടെ നിന്ന് കാല് നീട്ടി ഹുക്ക് ചെയ്ത് പുറത്തേക്കിടുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. യഥാർത്ഥത്തിൽ ആ ഗോൾ അപ്പം വീഴുന്നെങ്കിൽ ബ്രസീൽ ഒന്ന് വലഞ്ഞേനെ. ഇനി അടുത്ത ഗോളിലേക്ക് പോകുന്നു. നെയ്മർ ജൂനിയർ, യെസ്, നെയ്മറുടെ ഗോളാണ്. ഓസ്കറുടെ അസിസ്റ്റിൽ നിന്ന് നെയ്മർ ഗോൾ അടിക്കുന്നു. ബ്രസീൽ 2-0 ലീഡ് എടുക്കുന്ന കാഴ്ച. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ബ്രസീൽ രണ്ടാമത്തെ ഗോളും നേടുന്ന ഒരു കാഴ്ചയാണ്. നെയ്മർ ജൂനിയറാണ് ഇത്തവണ സ്പെയിനിന്റെ വലയിലേക്ക് പന്തെത്തിക്കുന്നത്. ആ ഒരു ആഘോഷമൊക്കെ നോക്കുക. മറക്കാനയിൽ എന്തൊരു ആവേശമാണ്, എന്തൊരു ആഘോഷമാണ്. മനോഹരമായ ഷോട്ടാണ്. ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കസിയസിനെ പോലെയുള്ളൊരു ഗോൾ കീപ്പർക്ക് എന്ന കാര്യം കൂടി നോക്കണം. അത്രയും പ്രതിഭാതനായിട്ടുള്ള താരത്തിന്റെ കിടിലൻ ഒരു ഷോട്ടായിരുന്നു. ഓസ്കറുടെ അസിസ്റ്റിൽ നിന്നാണ് നെയ്മറുടെ ഒരു ഗോൾ പിറക്കുന്നത്. ഈ ടൂർണമെന്റിൽ അദ്ദേഹത്തിന്റെ 4ാമത്തെ ഗോളായിരുന്നു അത് എന്ന കാര്യം കൂടി ഓർക്കണം. ചെറിയ പ്രായമാണ്. നെയ്മർ അന്ന് ബാഴ്സലോണയിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം അങ്ങോട്ടേക്ക് പോകാനിരിക്കുന്ന ഘട്ടത്തിലാണത് സംഭവിക്കുന്നത്. രണ്ടാം പകുതിയുടെ തുടക്കം ബ്രസീൽ സ്പെയിനിന്റെ ശവപ്പെട്ടിയിൽ അടുത്ത ആണി കൂടി അടിക്കുന്ന കാഴ്ചയാണ്. മനോഹരമായിട്ടുള്ള നീക്കം, വലയിലേക്ക് ഗോൾ. ഫ്രെഡാണ് ആ പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. 47ാമത്തെ മിനിറ്റിൽ 3-0. നോക്കുക, രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ വീണുപോയ ഗോളിൽ സ്പെയിൻ ഒന്ന് അങ്കലാപ്പിലായി. ആ അങ്കലാപ്പിൽ കൃത്യമായിട്ട് ബ്രസീൽ കയറി അങ്ങ് മേഞ്ഞു. ടിക്കി ടാക്ക പിന്നെ കാണുന്നില്ല. അത് പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന കാഴ്ചയാണ്. ഫ്രെഡ് തന്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു. ബ്രസീലിയൻ താരങ്ങൾ ആഘോഷത്തിലേക്ക്, അവിടെ ഗ്യാലറിയും ആഘോഷത്തിലേക്ക്. നോക്കുക, സ്പെയിനിനെ പൂർണ്ണമായിട്ടും അവിടെ നിസ്സഹായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ബ്രസീലിയൻ താരങ്ങൾ ചെയ്യുന്നത്. 3-0 ലീഡിലേക്ക് പോയി കഴിഞ്ഞു. രണ്ടാം പകുതിയുടെ തുടക്കമാണ്. തിരിച്ചു വരവിനുള്ള സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയ സ്പെയിനാണ് ഈ ഒരു അടി കിട്ടുന്നത്. നോക്കുക, സ്പെയിനിന് അനുകൂലമായിട്ടൊരു പെനാൽറ്റി 54ാമത്തെ മിനിറ്റിൽ മാർസലോയാണ് ആ ഒരു ഫൗൾ ചെയ്യുന്നത്. സെർജിയോ റാമോസ് ആണ് പെനാൽറ്റി എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. മാർസലോയുടെ ഫൗൾ, അദ്ദേഹത്തിന്റെ കാല് നീണ്ടു നിൽക്കുന്നത് കാണാൻ പറ്റും. അവിടെ അദ്ദേഹം ആ ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്യുന്നു. പെനാൽറ്റി കൊടുക്കുന്നു സ്പെയിൻ. അപ്പോൾ പെനാൽറ്റി അത് ഗോളാക്കിയാൽ തീർച്ചയായിട്ടും സ്പെയിനിന് തിരിച്ചു വരാനുള്ളൊരു പിടിവള്ളിയായിട്ട് അത് മാറും. ജൂലിയോ സെസാർ അവിടെ റെഡിയാവുന്നു. പെനാൽറ്റി എടുക്കുന്ന സെർജിയോ റാമോസ്, പക്ഷേ പുറത്തേക്ക്. ആ ഒരു വലിയ സമ്മർദ്ദത്തിന്റെ കാരണമായിരിക്കണം ജൂലിയോ സെസാർ അത് ആഘോഷിക്കുന്ന കാഴ്ച. ആരാധകരോട് വീണ്ടും ചീർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കാഴ്ച. നമുക്ക് ആ ഷോട്ട് വൈഡായിട്ട് ജസ്റ്റ് വൈഡായിട്ട് പോയി. പക്ഷേ ജൂലിയോ സെസാർ കൃത്യമായിട്ട് ഡൈവ് ചെയ്ത് വീണിരുന്നു എന്ന കാര്യം കൂടി നോക്കണം. അങ്ങനെ 54ാമത്തെ മിനിറ്റിൽ അത് ഗോളായിരുന്നെങ്കിൽ സ്പെയിനിന് തിരികെ വരാനുള്ള ഒരു സാധ്യത അവിടെ തുറന്നിടുമായിരുന്നു. പക്ഷേ പരാജയപ്പെട്ടു അദ്ദേഹം. ഡേവിഡ് വിയ കളിക്കളത്തിലേക്ക് വരുന്നു. ഫെർണാണ്ടോ ടോറസിനെ പിൻവലിച്ചിരിക്കുന്നു. സ്പെയിനിന്റെ നീക്കം, പക്ഷേ ഗോൾ കീപ്പർ സെസാറിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അടുത്ത നീക്കവുമായിട്ട് ബ്രസീൽ ഹൾക്കാണ്. പക്ഷേ ഹൾക്കിന്റെ ആ ഒരു നീക്കം കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ സെർജിയോ കസിയസ് അത് രക്ഷപ്പെടുത്തിയെടുക്കുകയാണ്. സോ ബ്രസീൽ വീണ്ടും നീക്കങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് തടയുന്ന സ്പെയിനിനെ കാണാം. അടുത്ത മുന്നേറ്റമാണ്. ബട്ട് ഇത്തവണ സൈഡ് നെറ്റഡായി പോയി. മാർസലോയുടെ ഷോട്ട് സൈഡ് നെറ്റഡായി പോകുന്നു. അടുത്ത നീക്കം മനോഹരമായിട്ട് നെയ്മർ പന്തുമായിട്ട് പോയതാണ്. അദ്ദേഹത്തെ ഫൗൾ ചെയ്ത പീക്കെ റെഡ് കാർഡ് വാങ്ങിച്ചു പുറത്തേക്ക് പോകുന്നു. നെയ്മറെ വെട്ടി വീഴ്ത്തുകയല്ലാതെ മറ്റു വഴിയില്ല. ചെറിയ പ്രായത്തിലുള്ള നെയ്മറാണ്. അദ്ദേഹത്തിൻ്റെ ആ നീക്കം അത് വെട്ടി വീഴ്ത്തുന്നു. ഒടുവിൽ റെഡ് കാർഡ് വാങ്ങി പീക്കെ പുറത്തേക്ക്. ബ്രസീലിന്റെ ഫ്രീ കിക്കാണ്. നെയ്മർ ജൂനിയറും ഡേവിഡ് ലൂയിസും അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നു. ബ്രസീലിയൻ താരങ്ങൾ ഫ്രീ കിക്ക് എടുക്കുന്നു. നെയ്മറുടെ ഫ്രീ കിക്ക് ജസ്റ്റ് ഓവർ ദി ക്രോസ് ബാർ എന്ന രൂപത്തിലേക്കാണ് അത് പുറത്തേക്ക് പോകുന്നത്. ഒടുവിൽ ബ്രസീൽ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. ഹൾക്കിനെ അവർ പിൻവലിച്ചിരിക്കുന്നു. സ്പെയിനിന്റെ നീക്കം പക്ഷെ ദുർബലമായിട്ടുള്ള ഒരു ഷോട്ടിൽ അത് അവസാനിക്കുന്നു. വീണ്ടും അടുത്ത നീക്കത്തിലേക്കുള്ള പോക്കാണ് നെയ്മർ ജൂനിയറെ. പക്ഷേ കൃത്യമായിട്ട് ആ ഡിഫൻഡർ വന്ന് ഷോട്ട് എടുക്കുന്നതിൽ നിന്ന് തടയുന്ന കാഴ്ചയാണ്. സ്പെയിനിന്റെ അടുത്ത ഷോട്ടാവട്ടെ തടഞ്ഞിടുന്നു ഗോൾ കീപ്പർ ജൂലിയോ സെസാർ. മനോഹരമായിട്ടുള്ള അക്രോബാറ്റിക് ഡൈവിലൂടെ അദ്ദേഹം അത് തടഞ്ഞിടുകയായിരുന്നു. മത്സരം 80 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ബ്രസീലിൻ്റെ അടുത്ത ശ്രമം ഈ തവണ പക്ഷേ കൃത്യമായിട്ട് ജൂലിയോ സെസാർ തടയുന്നു. പൗലിഞ്ഞോ പിൻവലിച്ചിരിക്കുന്നു. ഹെർണാണ്ടസ് കളിക്കളത്തിലേക്ക് വരികയാണ്. അവസാന ഘട്ടമാണ്.
സ്പെയിനിന്റെ അടുത്ത നീക്കം അത് തടയുന്നു. സ്പാനിഷ് ബെഞ്ച് നോക്കുക, വളരെ ശോകമൂകമാണ്. എന്നാൽ ബ്രസീലിയൻ ബെഞ്ച് ആഘോഷിക്കുന്നു. ഫൈനൽ വിസിൽ മുഴങ്ങി കഴിഞ്ഞിരിക്കുന്നു. നോക്കുക, മറക്കാനയിൽ ബ്രസീലിയൻ താരങ്ങൾ കിരീടം ഉയർത്തി ആഘോഷത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്പെയിനിന്റെ ടിക്കി ടാക്ക, ലോകം അടക്കി ഭരിച്ച ടിക്കി ടാക്കയെ നെയ്മർ ജൂനിയറും സംഘവും ചേർന്നുകൊണ്ട് പൊളിച്ച് കയ്യിൽ കൊടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചത്. ഈ ടീം കോൺഫെഡറേഷൻ കപ്പ് നേടിയതിൻ്റെ ആവേശത്തിൽ ആ ടീമും കൊണ്ട് തന്നെയാണ്, ഏതാണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ടീമും കൊണ്ട് തന്നെയാണ് ബ്രസീൽ 2014 വേൾഡ് കപ്പിന് കച്ചകെട്ടി ഇറങ്ങിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയക്കാരൻ സൂലിഗയുടെ മുട്ടുകാൽ കയറ്റിൽ, ഗുണ്ട സ്റ്റൈലിലുള്ള മുട്ടുകാൽ കയറ്റിൽ നെയ്മർ ജൂനിയർക്ക് പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വന്നു. കാരണം അത് നെയ്മറെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കിയ ഒരു ടീമായിരുന്നു. അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തു പോയതോടെ അവരുടെ ആത്മവിശ്വാസം അപ്പാടെ ചോർന്നു പോയി. സെമി ഫൈനലിൽ അവർ ജർമ്മനിയോട് ദുരന്തം ഏറ്റുവാങ്ങുകയും ചെയ്തു. പക്ഷേ ഈ കളി എന്നും ബ്രസീലിയൻ ആരാധകരുടെ മനസ്സിലുണ്ടാകും, ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിലുണ്ടാകും. ലോകം അടക്കി ഭരിച്ചു വന്ന ആ ഒരു ടിക്കി ടാക്കയെ തകർത്ത് ഭിത്തിയിലൊട്ടിച്ച മത്സരമാണിത്. ഏതായാലും നമ്മുടെ ഗെയിം ഓൺ വിത്ത് റാഫിൻ്റെ ആദ്യ എപ്പിസോഡ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം.